ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചാപ്റ്റർ ഇതാണ്, ചാപ്റ്റർ നമ്പർ 4, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ജനറൽ ഫോം എന്താണെന്നുള്ളത് നോക്കും. പിന്നെ അതിൻ്റെ റൂട്ട്സ്. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്ത് പഠിക്കേണ്ടത് അത് സോൾവ് ചെയ്യാനാണ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അതിൽ രണ്ട് മെത്തേഡാണ് ഉള്ളത്, ഒന്ന് ഫാക്ടറൈസേഷൻ, ഒന്ന് ക്വാഡ്രാറ്റിക് ഫോർമുല. പിന്നെ ഒരെണ്ണം മെത്തേഡ് ഉണ്ട്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അത് നിങ്ങൾക്ക് പോർഷൻ ഡിലീറ്റഡ് ആണ്, അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പക്ഷേ ക്വാഡ്രാറ്റിക് ഫോർമുല മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫാക്ടറൈസേഷൻ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് റൂട്ട്സിന്റെ നേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഫോർമുലയിലെ ഒരു ചെറിയ ഭാഗം, ഓക്കെ, ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞ പോർഷൻ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ നേച്ചർ കണ്ടുപിടിക്കാമെന്നും കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ എക്സസൈസും ആക്ച്വലി ഉണ്ട്. കാരണം മെത്തേഡ് ഓഫ് കംപ്ലീഷൻ ഓഫ് സ്ക്വയർ എന്നുള്ളത് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എക്സസൈസും ഡിലീറ്റഡ് അല്ല. ആ പോർഷൻ ഡിലീറ്റഡ് ആണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് എന്തായാലും വരില്ല, പക്ഷെ എക്സസൈസസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താന്നുള്ളത് കാണാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഇക്വേഷൻ ഇതാണ്: 3x² minus 5x plus 2 equal to 0. ഓക്കെ, ഇപ്പോൾ ഈ എക്സിന്റെ പവർ 2 ആകുമ്പോഴാണ് അതിനെ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ x³ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ക്വാഡ്രാറ്റിക് അല്ല. അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ ആണ് അല്ലെ, ഈക്വൽ ടു സംതിങ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഇക്വേഷൻ ആണ്. അപ്പം നമ്മൾ എപ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എഴുതുമ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്, സി എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, ഇതാണ് അപ്പോൾ എ ബി സിയുടെ വാല്യൂ. നമ്മൾ ഓൾറെഡി ഇത് പോളിനോമിയൽസിലും കണ്ടതാണ്, സെയിം തിങ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷന്റെ റൂട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോൾ, ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണ്, എക്സ് ഈക്വൽ ടു സംതിങ്. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആവണം. ഓക്കെ, അതായത് എക്സിന്റെ വാല്യൂ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയി മാറും, അല്ലെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ LHS ഈക്വൽ ടു RHS ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ബേസിക്കലി നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. പോളിനോമിയലിൽ നമ്മൾ 0 എന്ന് പറഞ്ഞ് സെയിം മീനിങ് തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. ഇനി ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: 3x² മൈനസ് 5x പ്ലസ് k, ഓക്കെ, ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ ഒരു റൂട്ട് ഇപ്പോൾ ലെറ്റ്സ് സേ 1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ എക്സിന്റെ സ്ഥാനത്ത് 1 ഇടാം. ഓക്കെ, അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് എക്സ് 1 ആണെന്ന് റൂട്ട് 1 ആണെന്ന് തന്നേക്കുന്ന കാരണം നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കഴിഞ്ഞാൽ 3 × 1² മൈനസ് 5 × 1 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3 - 5 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് വരും. 3 - 5 -2, അപ്പൊ കെ ഈക്വൽ ടു -2, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2 എന്ന് വരും. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒരു റൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സിന്റെ സ്ഥാനത്ത് ആ റൂട്ട് ഇടാം. ഇനി ഇപ്പോ നമുക്ക് അതൊന്നും തന്നിട്ടില്ല, നമുക്ക് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: എക്സ് ഈക്വൽ ടു, എക്സിന്റെ വാല്യൂ ആണല്ലോ റൂട്ട് എന്ന് പറയുന്നത്, എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac ഡിവൈഡഡ് ബൈ 2 × a.
ഓക്കെ. ഇപ്പോൾ ഇതിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -5 ആണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -5 ആണ്. അപ്പോൾ -5 എന്ന് വേണം ഇടാൻ. ഫോർമുലയിൽ മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മിസ്സാവരുത്. ഇനി √(b²) -4ac. അപ്പോൾ b² എന്ന് പറയുമ്പോൾ -5² -4 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3 ആണ്. 4 ഇൻറ്റു 3 ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3 ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -5 എന്ന് പറയുമ്പോൾ +5 ആകും. ആ പ്ലസ് ഓർ മൈനസ് അങ്ങനെ തന്നെ ഇടാം. റൂട്ടിൻ്റെ അകത്ത് -5² എന്ന് പറഞ്ഞാൽ +25 ആണ്. -4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24. ഓക്കെ, അപ്പോൾ 25 - 24 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 5 പ്ലസ് ഓർ മൈനസ് √(1) എന്ന് വരും. ഓക്കെ, 25 - 24 1 ആണ്. അപ്പോൾ √(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 6. ഇനി അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടും. ഒന്ന് എന്താണ്, ആ പ്ലസ് എടുക്കുക, മറ്റേത് മൈനസ് എടുക്കുക. അപ്പം നമുക്ക് എക്സിന് രണ്ട് സൊല്യൂഷൻ വരും. അതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് x = 5 + 1/6ഉം സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് x = 5 - 1/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, 6/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. എക്സിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ് 5 - 1, അതായത് 4/6 = 2/3. രണ്ടിടത്തും 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 2/3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റൂട്ട്സ് എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് 1ഉം 2/3ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 ആണോ 2/3, ഈ രണ്ട് വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ടാലും എന്ത് കിട്ടും? നമുക്ക് LHS = 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജനറൽ ഫോം എന്താന്ന് പറഞ്ഞു, റൂട്ട് എന്താന്ന് പറഞ്ഞു, ക്വാഡ്രാറ്റിക് ഫോർമുല പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിമിനൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് വെച്ചിട്ട് നേച്ചർ ഓഫ് റൂട്ട്സ് എന്തായിരിക്കും എന്ന് എങ്ങനെ പറയാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ക്രിമിനൻ്റ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യാം. ഡിസ്ക്രിമിനൻ്റ് ഡി എന്ന് പറയുന്നത് b² - 4 ഇൻറ്റു എ ഇൻറ്റു സി ആണ്. നമ്മൾ ആ എക്സ് എന്നുള്ള ഇക്വേഷനിൽ ഇതായിരുന്നു -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a). ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ശരിയല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ഒരു ഭാഗം, ഈ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ഭാഗം, നമുക്ക് റൂട്ട് എടുക്കണമെന്നില്ല, ആ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡിയുടെ വാല്യൂ, ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഡിയുടെ വാല്യൂ 0 എന്നാവന്നെയെന്ന് വെച്ചോ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം തന്നെ നമുക്കിവിടെ ഇപ്പോൾ നേരത്തെ കിട്ടിയത് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയത് 25 - 24 1 എന്ന് കിട്ടി. ഓക്കെ, അതായത് ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? നമുക്കിവിടെ ആ 5 പ്ലസ് ഓർ മൈനസ് 1 എന്ന് എഴുതേണ്ട വന്നു, അല്ലേ? അപ്പോൾ 5 + 1 ചെയ്യണം, 5 - 1 വേണം. അപ്പോൾ നമുക്ക് എന്താണ്, രണ്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് 2 യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഡി എങ്ങാനും ഈക്വൽ ടു 0 ആണെങ്കിലോ, ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 5 + ഓർ മൈനസ് 0 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ 5ൻ്റെ ഒപ്പം 0 ആഡ് ചെയ്താലും 0 സബ്ട്രാക്ട് ചെയ്താലും ഒന്നും സംഭവിക്കില്ല, അല്ലേ? 5 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എക്സിൻ്റെ വാല്യൂ 2 തവണ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഒരു വാല്യൂ ആണ് നമുക്ക് ആകെ ഉണ്ടാവുള്ളൂ, കാരണം ആ ഡിസ്ക്രിമിനൻ്റ് 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ്, ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഡി ലെസ് ദാൻ 0 ആണെങ്കിലോ, അതായത് ഇപ്പോൾ ഇവിടെ റൂട്ടിൻ്റെ അകത്ത് -1 എന്ന് വന്നു. √(-1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ചെയ്യാൻ അറിയില്ല. ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യാൻ മൈനസ് എടുക്കാൻ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതും ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്. ഓക്കെ, നോ റൂട്ട് എന്നല്ല എഴുതേണ്ടത്, നോ റിയൽ റൂട്ട് ആണ്. ഓക്കെ, കാരണം √(-1) എന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ല എന്നുള്ളൂ, അത് വേറൊരു ടൈപ്പ് നമ്പർ ആണ്, നമ്മൾ പഠിക്കുന്നില്ല, 11th പഠിക്കുക. അപ്പോൾ നോ റിയൽ റൂട്ട് എന്ന് വേണം ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ
അപ്പം അത് എളുപ്പമാണ്. നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ഡി ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ ടു 0 ആയിരിക്കും, ചിലപ്പോൾ ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അത് ഏതാണോ അതനുസരിച്ചിട്ടുള്ള നമ്മൾ കമന്റ് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഫുള്ളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ വേർഡ് പ്രോബ്ലംസ് വരും. അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ആ ഇക്വേഷൻ ഫോം ചെയ്യണം. ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഫോർമുല അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പലപ്പോഴും വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിലൊരു കെയോ പിയോ ക്യൂയോ വല്ലതും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആ പിയുടെ വാല്യൂ എന്തായിരിക്കും ഫോർ സച്ച് ദാറ്റ് എന്താ പറയുക, ഇക്വേഷൻ ഹാസ് ഈക്വൽ റൂട്ട്സ് എന്ന് പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ആ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അത് ഈക്വൽ ടു 0 എന്ന് ഇടാം. അപ്പൊ നമുക്ക് പിയോ ക്യൂയോ എന്താന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ ശരിക്കും ചെയ്യാനുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി കാണിച്ചേക്കാം. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനിൽ ഫൈൻഡ് കെ സോ ദാറ്റ് ഇക്വേഷൻ ഹാസ് ഈക്വൽ റൂട്ട്സ്. ഓക്കെ, അതായത് ഒറ്റ റൂട്ട് ഉള്ളൂ, ഈക്വൽ ആണ് റൂട്ട്സ്. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡി 0 ആയിരിക്കണം. ഓക്കെ, അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബി സ്ക്വയർ മൈനസ് 4ac. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ്. എക്സിന്റെ ഫ്രണ്ടിൽ 1 ആണ് കിടക്കുന്നത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈനസ് കെ ആണ്. ഓക്കെ, മൈനസ് ഒരിക്കലും മിസ്സാവരുത്, മൈനസ് കെ ആണ്. സി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ഇപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം, എന്നാലാണ് നമുക്ക് ഈക്വൽ റൂട്ട്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താ വരുന്നത്, കെ സ്ക്വയർ മൈനസ് 16, 4 ഇൻറ്റു 4 16 ഈക്വൽ ടു 0. അതായത് കെ സ്ക്വയർ ഈക്വൽ ടു 16, അതായത് കെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ കെ ഈക്വൽ ടു റൂട്ട് ഓഫ് 16, അപ്പോൾ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. ഓക്കെ, എപ്പോഴും റൂട്ട് എടുക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളണം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വൺ വേർഡ് ആയിട്ട് MCQ ക്വസ്റ്റ്യൻ ആണ് തന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഓപ്ഷൻ എ എന്നുള്ളത് ചിലപ്പോൾ 4 എന്ന് തന്നിട്ടുണ്ടാവാം, ബി എന്നുള്ളത് -4 എന്ന് തന്നിട്ടുണ്ടാവാം, ഓപ്ഷൻ സി പ്ലസ് ഓർ മൈനസ് 4. ഓക്കെ, ഓപ്ഷൻ ഡി വേറെ എന്തെങ്കിലും 0യോ എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ റൂട്ട് 16 നിങ്ങൾ എഴുതി, എന്നിട്ട് അത് ഈക്വൽ ടു 4 എന്ന് എഴുതി കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങളിവിടെ ഓപ്ഷൻ എ ആണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. ഓക്കെ, കാരണം ഈ കെയുടെ വാല്യൂ നമുക്ക് റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്ലസ് ഓർ മൈനസ് 4 ആണ്. എപ്പോഴും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഓർത്തോ പ്ലസും മൈനസും ആൻസർ ഉണ്ട്. കാരണം 4 ഇൻറ്റു 4ഉം 16 ആണ്, -4 ഇൻറ്റു -4ഉം 16 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ആൻസർ ഉണ്ട്. ഓക്കെ, രണ്ട് ആൻസർ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ സി ആയിരിക്കണം കറക്റ്റ് ആൻസർ. ഓക്കെ, അല്ലാതെ എയും ബിയും ആൻസർ കറക്റ്റ് അല്ലായിരിക്കും. എയും ബിയും ആൻസർ ഹാഫ് ഹാഫ് ഉള്ളൂ. നമുക്ക് 4ഉം വരാം -4ഉം വരാം. ഓക്കെ, അത് രണ്ടും വരുന്ന ആൻസർ വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇല്ലെങ്കിൽ അത് തെറ്റായി പോകും, പ്രത്യേകിച്ച് MCQയിൽ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.